അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ചിക്കൻ കൊണ്ട് ക്രീമി ചിക്കനാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ക്രീമി മഷ്റൂം ചിക്കനായിരുന്നു, മഷ്റൂം കിട്ടാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ വെച്ച് മാത്രമാക്കി. അപ്പോൾ ആദ്യം കുറച്ച് നല്ല പീസ് നോക്കിയിട്ട് കുറച്ച് പീസസ് മാറ്റി വെച്ചിട്ട് അതിലോട്ട് ഉപ്പും കുരുമുളകും മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂറും മിക്സ് ചെയ്ത് വെക്കണേ. എന്നിട്ട് ഫ്രൈ ആക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രൈ ആക്കിയത് ബട്ടറിലാണ് കേട്ടോ. ബട്ടറിൽ ഫ്രൈ ആക്കിയതിന് ശേഷം ആ ഒരു പാനിലോട്ട് കണ്ടോ കുറച്ച് നെയ്യും കൂടി ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ അതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടൊരു ബ്രൗൺ കളർ ആവാൻ നേരത്ത് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് സ്പൈസസ് ആയിട്ടും ബേ ലീഫും ഗ്രാമ്പും ഏലക്കയും ഒക്കെ ഒരെണ്ണം വീതം കേട്ടോ. പിന്നെ ഒരു കഷ്ണം ജാതിപത്രിയും ഒരു വറ്റൻമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, കാരണം ബട്ടറിൽ ഓൾറെഡി ഉപ്പുള്ള കാരണമാണ് ഞാൻ ഉപ്പിടാതിരുന്നത്. അപ്പോൾ ഇനി ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ ചേർത്തിട്ട് ഉപ്പുണ്ടാകാൻ നോക്കാം. അപ്പോൾ ചൂടുവെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചുള്ള ചിക്കനും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിനായിട്ട് മുന്നേയിട്ട് ഒന്ന് ഉപ്പ് നോക്കണം, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് ഒന്നാം പാലാണ്. തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യണേ. അപ്പോൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിത് നല്ല ടേസ്റ്റിയാണ്. പിന്നെ ചപ്പാത്തി, പത്തിരി, അപ്പം അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ടൊരു വെറൈറ്റി ടേസ്റ്റിയാണ്. ഭയങ്കര ഒരു എന്താ പറയുക പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റ് കുറച്ച് റോസ്മേരിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കഴിക്കാം. പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല, അത്രേ ഉള്ളൂ. കുക്കിംഗ് പെട്ടെന്ന് ചെയ്യാനും പറ്റും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും വെറൈറ്റിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.